നോ. എന്താ ഒന്നും പറയ്, വല്ലതും പറയ്. കണ്ട ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. 1400 രൂപ വരെ ഇതാണ് റംബുട്ടാനാണ്. നല്ല വലിപ്പമായിട്ടുള്ളതാണ്. ചേട്ടൻ അന്നിട്ട വളം ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. വളമല്ല കാരണം. പിന്നെന്ത് കാരണം? ഈ ഏരിയയില് എന്തോ ഈ പ്രദേശത്ത് ഇവിടെ ഇത്രയ്ക്ക് ഏരിയ ഇപ്പൊ ഞാൻ നടക്കുന്ന പട്ടല്ലേ, എന്തോ ഒരു അപകടകരമായ കാര്യമാണ് ഈ ഭൂമിയുടെ അടിയിൽ. കാരണം ഞാൻ പറയാം, ഇവിടെ വലിയൊരു കണിക്കൊന്നിണ്ടായിരുന്നു. തന്നെ ഉണങ്ങിപ്പോയി. ഇത് ഓർമ്മയില്ലേ? ഇല്ലേ, അതിൻ്റെ കടയാണ്. കണ്ട, അതിൻ്റെ കടയാണ്. പിന്നെ അടുത്തത് ഉണങ്ങിയത് ആര്യവേപ്പ്, കക്കിന വേപ്പ്. കണ്ട, ഉണങ്ങി, ഉണങ്ങി. ഇത് ഉണങ്ങിയാലും പിന്നെ പൊടിക്കാറുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് കളയാണ്ട് നിർത്തിയത്. പക്ഷെ ആള് ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയി. അപ്പൊ കണിക്കൊന്ന പോയപ്പോ നമ്മളിവിടെ ഒരു റംബുട്ടാൻ ഒരു നല്ല തയ്യായിരുന്നു കേട്ടോ. എന്തൊരു ബെസ്റ്റ് തയ്യായിരുന്നു. ഇത്രയ്ക്കും വാങ്ങിച്ച് വെച്ചു. പക്ഷെ ആള് നോക്കി നല്ല വളർച്ചയായിരുന്നു. പിന്നെ നോക്കിയത് പെട്ടെന്ന് നിന്നുണങ്ങി. അപ്പം എന്താ ഇതിൻ്റെ അടിയിൽ വല്ല സ്വർണ്ണ നിധി നിക്ഷേപം ഉണ്ടാവുമോ? വല്ലതുണ്ടാവോ? നിധി ഉണ്ടെങ്കിൽ അതിന്റെ മേലത്തെ മരം ഉണങ്ങോ? അല്ല, നമ്മള് വിക്രമായ ഇത് ഇത്ര നാള് അവിടെ നിന്നില്ല. അത് വലിയൊരു മരമായിരുന്നു. അതെ, അതാ പറഞ്ഞ അത്ര കൊല്ലം നിന്നില്ലേന്ന്. ഇത് പെട്ടെന്ന് ചെറുതിൽ തന്നെ ഉണങ്ങിയില്ലേ. വിക്രമായത്തിന്റെ കഥ കേട്ടിട്ടില്ലേ? ഇല്ല. ഞാനേ വല്ലാണ്ട് ഉറക്കാൻ വർത്താൻ പറയില്ലേ, എന്റെ നീരും മുഴുവൻ മാറിപ്പോയിട്ടില്ലേ. വർത്താനം അങ്ങോട്ട് പറയാൻ തുടങ്ങിയ നിർത്തില്ല. എന്നിട്ട് എല്ലാം കഴിയുമ്പോ ലാസ്റ്റ് പറഞ്ഞു, ഞാനീ വർത്താനം പറയണില്ല, നീ എന്നോടൊന്നും മിണ്ടായിരിക്കോ, ഞാനും വർത്താനം ഒന്നും പറയില്ല. ആദ്യത്തെ ദിവസമൊക്കെ ഫുള്ള് വാട്സപ്പ് ചാറ്റ് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്തടുത്തിരുന്നിട്ട് വാട്സപ്പിൽ. ചേട്ടൻ എന്നോട് പറയാനുള്ളതൊക്കെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യും. എന്നിട്ട് എൻ്റെ ഫോണിൽ വന്നിണ്ടാവില്ലോ. പക്ഷെ അതല്ല, ചേട്ടൻ്റെ അടുത്ത് തന്നെ എനിക്ക് കൊണ്ട് കാണിച്ചു. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് വല്ല നിധി നിക്ഷേപമാണ് ഭൂമിയുടെ അടിയിൽ ഉണ്ടാവോ? നിങ്ങൾക്ക് ഇവർക്ക് 2-3 പണി കൊടുക്കാനാണ് പോണത്. ജഗുവിനും സരിതയും. ജഗുവിനും എടുക്കണത് കോഴിയുടെ തീറ്റ ഞാൻ വാങ്ങിച്ചോണെന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ മുട്ട തീറ്റയാണ്. ഇത് നിങ്ങൾ 2 പേരും കൂടിയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് 25 കിലോനാണ്. നിനക്ക് പറ്റി പോങ്ങില്ലേ? വെറുതെ താണ്ടല്ലേ, വേന വരത്തണ്ട. തട്ടി തോളി കയറ്റിയേ പറ്റൂ. തട്ടി തോളി കയറ്റിട്ട് ആ മുകളില് മറ്റേ ടെമ്പിൽ കൊണ്ടു നോക്കി. അപ്പൊ ആവശ്യത്തിനിട ഒറ്റയ്ക്ക് പിടിക്കണ്ട ഉണ്ണിയെ. ചേട്ടന്റെ മുഖത്തിന്റെ ഈ സൈഡിൽ നല്ല നീരുണ്ട്. ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് കൂട്ടാക്കണില്ല. ഇത്രയും ദിവസമായിട്ട് നീരും വേദനയും പോണില്ലല്ലോ. ഇന്ന് വേദനേരെ ഗുളി എടുത്ത് കഴിച്ചു. വേദന വരുന്നുണ്ട് ഉച്ചയായിപ്പോ. അത് ഗുളി അയച്ചെന്റെ. ഇനി ആ ഗുളിയുടെ എഫക്റ്റ് പോകുമ്പോ വേദന വരും. അല്ല, ഉച്ചയ്ക്കല്ലേ കഴിച്ചേ? അതേലോ, 12 മണിക്ക്. ഉച്ചല്ലേ 12 മണി. അങ്ങനെ പിടിക്കണ്ടറ. അത് നിങ്ങൾക്ക് പിടിച്ചോണ്ട് അല്ല, അവിടെ വരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ തുറക്കാം. ബാ, നീ ഒരു മൂലയിൽ പിടിച്ചാൽ മതി. അത് അച്ഛന് പല്ല് വേദന എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇതൊക്കെ നമ്മളെ കൊണ്ട് ജീവിക്കണം. എന്നാ വർത്താനം പറയാണ്ട് ഒരു ഇതിലിരിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. അങ്ങനെ ഞാനാണ് ഈ കോഴിത്തീറ്റ ഒറ്റയ്ക്ക് എടുത്തിട്ട് മോളി കൊണ്ടുവന്ന് ഇവിടെ ഒരു ഡ്രം ഉണ്ട്. കണ്ട, ഈ ഡ്രമ്മിലേക്ക് ഇട്ട് വയ്ക്കും. ഇത്തവണ ഇത്രയും നാളുകൾക്ക് ശേഷം സരിതയും ജഗ്ഗും കൊണ്ടുവന്നിട്ട് ഇടുന്നു കേട്ടോ. ഇതാണ് മുട്ട തീറ്റ കേട്ടാ. കേട്ടാ, ഇമ്രാൻ ഇത് കൊടുത്തിട്ട് ഇമ്രാൻ മുട്ടയിടാനാണോ? ഇമ്രാൻ മുട്ടയില്ല. ഇമ്രാന് ഇതില് ഒരു പിടി കോഴികൾക്ക് തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ വെറുതെ ഒരു പിടി എടുക്കും കേട്ടാ. അത് ഇമ്രാൻ്റെ അവകാശമാണ്. ഞാൻ മോളിൽ പോയി തീറ്റ എടുത്ത് വരുമ്പോൾ ഇമ്രാന് ഒരു സ്വല്പം വേണം. ഇമ്രോ കണ്ട, ഇതാണ് മുട്ട തീറ്റ. ചാലിക്ക് താല്പര്യം കണ്ട. ചാലിക്ക് വേണമെങ്കിൽ ഒരു പൊട്ട് തിന്നു. ചാലിത് മണപ്പിച്ച് വേണമെങ്കിൽ ഇപ്പം ചാല് തിന്നുണ്ടല്ലോ.
ഇക്കണ നേരെ ജഗു സ്കൂളിൽ വരുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, അധികം വർത്താനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്തൊരു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടി. വർത്താനം പറയാൻ പറ്റില്ലല്ലോ, അപ്പൊ കയ്യരിച്ചിട്ട് പാടില്ല. ആ പൂക്കള് എത്ര ഭംഗിയില് പൂക്കൾ എന്നോടതാന്നറിയോ? അല്ല ഞാൻ പറഞ്ഞ പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് വെട്ടാന്ന് പറഞ്ഞു, കേട്ടില്ലേ? ആ പൂ ഉണ്ടായി നിന്നോടൊന്നും കൂടിയിട്ട് വെട്ടിക്കളഞ്ഞു. പ്രൂണിങ് നടത്തി. അതെ, പ്രൂണിങ് നോക്കിയേ, പൂക്കളൊക്കെ കിടക്കണണ്ട. ഇതൊക്കെ നല്ല പൂക്കളാ. നാശായി നല്ല തണ്ടുകൾ വരും. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടുപേര് ഞങ്ങൾ ഇരുന്നു. സരിത എനിക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു. നാളെ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ, കാരണം ചേട്ടന് സംസാരിക്കാൻ വയ്യ, അപ്പൊ റെസ്റ്റ് എടുക്കാം, വീഡിയോ 2 ദിവസം ഇടണ്ട അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇവിടെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, അല്ല നമുക്കൊരു വീഡിയോ എടുക്കാം, നിങ്ങൾ വർത്താനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരുന്നതാണ്. ഇവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്നപ്പോൾ ജഗു വന്നു. ജഗു വന്നിട്ട് ജഗു ചായ കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ ജഗുവിനോട് പറഞ്ഞു നിങ്ങൾ വാടാ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടുത്തെ വേറൊരു പണി തരാന്ന് പറഞ്ഞു. അതിലത്തെ ഒന്നാമത്തെ പണിയാണ് കോഴിത്തീറ്റ മൂളി കൊണ്ടുവയ്ക്കുക. അതൊക്കെ ഒരു പണിയാണോ? അതെ, നമ്മള് പണി. ഇവിടുത്തെ ഈ സാധനങ്ങളില്ലേ നമ്മള് ഇത് വെച്ചത് കണ്ട, ഈ സാധനം കണ്ട, ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നന്നായി നനയ്ക്കണം. ഇത് ഇവിടെ വെയില് കൊണ്ടു കഴിഞ്ഞത് നാശമായി പോകുന്നു എനിക്ക് തോന്നണം കേട്ടാ. നീ നന്നായി നനച്ചാൽ മതി. ഇത് ഇവിടെ വെച്ചാൽ മതി എല്ലാത്തിനും. അവിടെയല്ല പൈപ്പിന്റെ അടിയിൽ അല്ല, പൈപ്പിന്റെ അടിയിൽ വെക്കാനല്ല, വെള്ളം ഇവിടെ എങ്ങനെയാ വെച്ചല്ല, വെള്ളം ഒഴിക്കുമ്പോഴേക്കൊക്കെ പോവാട്ടാ. അത് പോട്ടെ, അത് പോവും. അങ്ങനെയാണ്. അങ്ങനെ 3-4 ഓട്ടകളുണ്ട്. അതേലേ അവരുണങ്ങി പോവും. ഞാൻ പണിയെടുക്കണ്ട. ആ കുമ്പിടണ്ട അധികം. ഉറച്ചു ഇത് നോക്കിയല്ലേ ചേട്ടാ. അതിൽ വെച്ച് പോണതല്ല, സരിതയ്ക്ക് ഭയങ്കര ഐഡിയ ഉണ്ട് കേട്ടാ. ഓ, ഇതവിടെ കണ്ട കാരണം ഞാൻ അടുത്തതല്ല എന്തുട്ടിലത് വെച്ച് കൊണ്ടുവരാൻ നോക്കിയായിരുന്നു. സുഖമായിരിക്കും ഇപ്പൊ നിനക്ക് കൊണ്ടുവരാൻ ഇങ്ങനത്തെ ഐഡിയ. എല്ലാതും വേര് പിടിച്ച ലക്ഷണം ഉണ്ട്. എത്ര ദിവസമായിട്ടും ഒരു വാട്ട ഒന്നുമില്ലല്ലോ. ഇനി ഇത് വെയിലത്ത് വെച്ചാലാണ് വാടാൻ പോണേട്ടാ ചേട്ടാ. ഉത്തരവാദിത്വം ചേട്ടന്റെ. 2 നേരം നനച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു രണ്ടാമത്തെ പണി. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. അയ്യോ ഉണ്ട് എല്ലായിടത്താ ഇല്ല, ഇനി കുറച്ചുകൂടെ ഉള്ളു. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ്ട് 2-3 വരിയിട്ട് വെച്ചേ. നനയ്ക്കണ്ട, അത് അവസാനം നനച്ചാൽ മതി. ലാസ്റ്റേ അല്ല അങ്ങനെ കാര്യമില്ല. ഇനി നമ്മുടെ സൺഡേ മൺഡേ നിറച്ച് പൂട്ട് തുടങ്ങി. ഇതിന് പൂടില്ലായിരിക്കുമോ എന്ന് വിചാരിച്ചിരുന്നായിരുന്നു, പക്ഷെ നന്നായിട്ട് പൂട്ട് തുടങ്ങി. ഏത് ഇത് വെട്ടി നിർത്തിയതാ? അയ്യേ, സ്ക്വയർ ഒന്നും ആക്കണ്ട. ആക്കുന്ന നീ അല്ലാണ്ട് ഓരോന്ന് പറയൂ. കേക്കാൻ നോക്കിയിരിക്കും അച്ഛൻ വെട്ടി നശിപ്പിക്കാൻ. ഇതിലൊക്കെ നിറച്ച് മുട്ടിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ പേര് തൊട്ടാണ് ജഗു. എനിക്ക് ഈ ചെടികളുടെ പേരൊക്കെ എപ്പോഴും മറക്കും ഞാൻ. 100 വട്ടം നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ഒത്തിരി പേര്. കലാത്തിയ നല്ല ഓർമ്മയുണ്ട്. കലാത്തിയ ഇപ്പോ ഞങ്ങള് മറ്റേ സിനിമ കാണാൻ പോയി, പ്രണവ് മോഹൻലാലിന്റെ പടല്ലേ, ഹൊറർ മൂവി ഡീസറായി. അപ്പോൾ ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ അതില് പ്രണവ് മോഹൻലാലിന്റെ വീട് കാണിക്കുമ്പോ അതിൽ നിറച്ച്. അപ്പൊ ചേട്ടൻ ഇതേ കലാത്തിയ, നമ്മുടെ വീട്ടിലത്തെ കലാത്തിയ.
പറഞ്ഞിട്ട് ഓളിട്ടൊന്നുമില്ല. അപ്പൊ കലാത്തിയ എന്നുള്ള പേര് മറക്കില്ല അല്ലേ? അതന്നെ കലാത്തി. ഇവിടെ അറിഞ്ഞു, ഇവിടെ ചെറുതായിട്ട് വെച്ചതാ. ഇപ്പൊ അത് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു. ഈ മതില് കാണാത്ത വിധം മതില് ഒരു ഭംഗി നല്ല മനോഹരമായി. നല്ല ഭംഗി. ഈ ഭാഗം കാണാൻ നല്ല ഭംഗി, പച്ചപ്പായി. സനീഷ് പറഞ്ഞു നല്ല ഭംഗിയാന്നില്ലേ. ഇത് ആദ്യം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അത് കല്ലിയായിരുന്നു കാണുമ്പോ അതികൂടെ വരുമ്പോ പറയുന്നത് ഞാൻ മുഴുവൻ വെട്ടിക്കളയുന്നു. അപ്പോഴാണ് അവനത് പറിച്ചിട്ട് സനീഷ് അത് അവിടേക്ക് വെച്ചേ. അതിപ്പോ നല്ല ഭംഗിയായി. ഇത് യൂജീനിയ, ഹെലിക്കൂണിയ. നമ്മുടെ ഒരു മാവ് ആകെ വാടി നിൽക്കണ്ടേ, എപ്പോഴാണാവോ? അയ്യോ ഭയങ്കര. അവിടെ ഒരു മാവ് എന്തായി? ഇത് ദേ ഇങ്ങോട്ട് കേറി ഇവിടെ വരയ്ക്ക് എത്തി തുടങ്ങി. നല്ല ഭംഗിയായിട്ട് പൂവ് നോക്കിയേ. പടക്കച്ചെടിന്ന് ഒരു പേരുണ്ട് നീന് നാട്ടിൻ പുറത്ത്. ഇതുമ്പോ ഒരു കുരുവി, ഒരു കിളി വരും, കുഞ്ഞു കിളി, കുഞ്ഞൊരു കിളി. ഇവിടെ ഈ വിരലിന്റെ ഇത്രയ്ക്ക് വലിപ്പുണ്ടാവുള്ളൂ അല്ലേ? അതന്നെ. എന്തൊരു കിളി? അറക്കിയ പക്ഷിയല്ല, ഹമ്മിങ് ബേർഡ്. അമേരിക്കയിലുള്ളോ? എന്നാ അങ്ങനത്തെ കിളി വന്ന് പാല് കുടിക്കേ തേൻ കുടിക്കുന്നതാണ്. അതേതോ ഒരു തരം ചെടി, അതിന്റെ പേരൊന്നും അറിയില്ല ഉണ്ണിയ. പിന്നെ നമ്മുടെ എന്താ ഇമ്രാൻ ഇവിടെ വന്ന് നിൽക്കണ്ടല്ലോ. അതേ ഇവിടെ ഞങ്ങൾ ചായ കുടിക്കായിരിക്കുമ്പോ ചേട്ടൻ തൊട്ട് അറിയൂ, ഒരു പാത്രം ബിസ്ക്കറ്റ് എടുത്തോണം. വീട്ടുകളുടെ ബിസ്ക്കറ്റ് കുഞ്ഞിത്തെ മണി പോലത്തെ സാധനം അത് ഈ പുല്ലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് നേരത്തേക്ക് രണ്ടുപേർക്കും നല്ല പണിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തപ്പി കണ്ടുപിടിക്കില്ല. കുറച്ച് സമയത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ചാർലി മതിയേക്ക് പോയി. പക്ഷെ അവൻ പിന്മാറിയില്ല. അതെന്താണെന്നറിയോ? കാണുമ്പോ നമുക്ക് നായ്ക്കള് പുല്ല് തിന്നാന്ന് പറയും, പശുക്കളെ പോലെ മേയാന്ന് വിചാരിക്കും. ഇതിന്റെ ഉള്ളിൽ നിന്ന് ബിസ്ക്കറ്റ് തപ്പി തിന്നാന്ന് അറിയില്ലല്ലോ ഇവര്. വിചാരിക്കും അജു സരിതി ഒരു സാധനം മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കാണ്ട് പുല്ല് തിന്ന്. ഇവരെ നായ്ക്കളല്ലേ നമ്മള് കുറച്ച് തീറ്റിട്ട് കൊടുക്കുക, എന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാം ഒരു കുറച്ച്. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പിന്നെയോടെ വരും. പക്ഷെ നമ്മുടെ ഈ മാവാണ് ഉണങ്ങി പോണത്. കണ്ടാ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ന് രാവിലെ നോക്കിയപ്പോ ആളിങ്ങനെ ആകെ വാടി നിൽക്കുന്നു. ജഗ് പറ ഈ മണ്ണിന്റെ അടിയിലും സ്വർണ്ണം ഉണ്ടാവുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ വിക്രമാദിത്യന്റെ ഈ സിംഹാസനത്തിന് ഇരുന്ന സിംഹാസനം ഭൂമിയുടെ അടിയിലുണ്ട്. അതൊരു കുന്നുപോലെയാണ്. അവിടെ വെച്ചേക്കണ മരങ്ങളൊക്കെ ഉണങ്ങി ഉടന്നാ അവിടെ തുടങ്ങിയതല്ല പറയരുത്. ആ കൂമ്പാരം കൂടിയ മണ്ണിന്റെ മുകളിൽ വെക്കുമ്പോ അതറിയാൻ നല്ല സ്വഭാവം. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ സ്വഭാവം മാറി. പക്ഷെ ഈ മരം ഉണങ്ങണത് എന്താണ്? എന്റെ വീട്ടിലേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയും. കണ്ണംകുളങ്ങര എൻ്റെ വീടിന്റെ തെക്ക് ഭാഗത്തുള്ള മരങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് ഉണങ്ങി തുടങ്ങും. അതന്നെ മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വലിയ ചാമ്പ മരങ്ങളുണ്ടായിരുന്നു വീടിന്റെ ബാക്കിൽ. പഴയ വീടുള്ളപ്പോഴാട്ടാ. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പണി കൊണ്ടൊരു ചേട്ടൻ വന്നു, ജോയി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ ഇങ്ങനെ ഓരോ നോക്കലൊക്കെ ഉണ്ട്. ഇങ്ങനെ 2 ഇത് കൈ പിടിച്ചിട്ട്, കമ്പി കൈ പിടിച്ചിട്ട് വെള്ളമുള്ള സ്ഥലത്തും ഇങ്ങനെ വരും, അല്ലാത്ത സ്ഥലത്ത് പോസിറ്റീവ് എനർജി ഉള്ളിടത്ത് ഇങ്ങനെ വരാ, നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്തേക്ക് വരുമ്പോ അങ്ങനെയൊക്കെ പോണ ഇതുണ്ട്. ഈ ഒരു പള്ളിയിലെ അച്ഛൻ ഉണ്ട്, ഏതോ ഒരു പള്ളിയിലത്തെ ഫാദർ, ആളുടെ കയ്യിലത്തെ സാധനം അതായി അതും ഒരു എന്തോ സംഭവം ഉണ്ട്. അത് പൊട്ടിപ്പോയപ്പോൾ ആ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ ലെയ്ത്ത് വർക്ക്ഷോപ്പാണല്ലോ അങ്ങോട്ട് വന്നതാണ് ഈ ചേട്ടൻ. അപ്പം ഈ ചേട്ടനും ഇതിലൊക്കെ അറിയാം. ആൾക്ക് വേറെ വർക്കാണ്, പക്ഷെ ആൾക്ക് ഇതിൻ്റെ എന്തോ ഒരു കഴിവുണ്ട്. അപ്പോൾ ആൾ ഈ പള്ളിയിൽ അച്ഛൻ്റെ കൂടെ പോവും ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലേക്ക് നോക്കാൻ. അങ്ങനെയൊക്കെ പോയി നെഗറ്റീവ് എനർജി അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ നോക്കാനൊക്കെ പോകും. അങ്ങനെ അപ്പോൾ ആൾ വന്നിട്ട് ആളിങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് വരും, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള മരങ്ങളൊക്കെ ഉണങ്ങുന്നുണ്ട് അല്ലേ? അപ്പം അച്ഛനെ ശരിയാണ്, ഉണങ്ങുന്നുണ്ട്. എന്ത് വെച്ചാലും ഉണങ്ങും. അമ്മയാണെങ്കിൽ ഒരു സാധനം ഉണങ്ങിയ സാധനം വെച്ചാൽ വരെ പൊടിച്ചു വരത് അമ്മയുടെ കൈ അതുപോലത്തെയാണ്. പക്ഷേ അമ്മ വെച്ചിട്ടൊന്നും ഒരു രക്ഷയിലും ഒക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ പറഞ്ഞു അതിൽ കൂടെ മറ്റേ പാസിങ് ഔട്ട് ഇങ്ങനെ പറയില്ലേ, എന്തിട്ട് പോവാന്ന്. അതുണ്ടെന്ന് വീടിന്റെ സൈഡിൽ കൂടെ അങ്ങനെ എന്തോ. അപ്പൊ ആ ഭാഗത്ത് മരങ്ങള് എന്തിട്ട് വെച്ചാലും കാര്യമില്ല, ഉണങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ വീട് പണിതു. അപ്പൊ വീട് പണിയുമ്പോഴായാലും ഇങ്ങനെ അതിർത്തിയുമ്പോൾ മുട്ടിച്ചിട്ട് പണിയരുത്. കാരണം നമ്മുടെ വീതി കുറഞ്ഞ നീളത്തിലാണല്ലോ ഞങ്ങളുടെ വീട് എടുക്കണേ. അപ്പോൾ ഈ തെക്ക് ഭാഗത്ത് അങ്ങനെ അടയരുത്, ഗ്യാപ്പ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അവർ പോയി വരുന്ന വഴി അതാണല്ലോ. ഇപ്പോഴും
എനിക്കറിയില്ല ഉണ്ണിയെ ശരിക്കും തുറ്റാന്നുള്ളത്. പിന്നെ ആ ഭാഗത്ത് 2 പ്ലാവ് നിൽക്കണ്ടായിരുന്നു. അത് ഉണങ്ങി നമ്മുടെ കോക്കൂനെ വിളിച്ചിട്ട് മുറിച്ച് കളഞ്ഞപ്പോ ഇപ്പൊ അടുത്ത് ഭയങ്കര വലിയ പ്ലാവായിരുന്നു, വലിയ പ്ലാവുകളായിരുന്നു. 2 ഉണങ്ങി. ഭയങ്കര അത്ഭുതം തന്നെയാണ് നമുക്ക് കേൾക്കുമ്പോ. അത് വിശ്വസിക്കാൻ വേണ്ട, പ്രചരിപ്പിക്കാന്ന് പറയരുത് കേട്ടാ. അങ്ങനെ ഒരു സംഭവം ഈ മാവ് ഇപ്പൊ ഇതിപ്പോ ഇവിടെ തുടങ്ങിയത് ഇപ്പൊ എന്താണെന്ന് അറിയില്ല കേട്ടാ. പക്ഷെ അവിടുത്തെ 3 ഉണങ്ങിയത് ഒരു അത്ഭുത സംഭവം തന്നെയാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടനയാണോ എന്താണെന്ന് അറിയില്ല. അവിടെ എല്ലാതും ഉണങ്ങുണ്ട്, അവിടെയുള്ള നിക്കണ ഒക്കെ ഉണങ്ങുണ്ട്. ഇനി അവിടെ ഒന്നും വെക്കില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ ഈ സരിത പറഞ്ഞില്ലേ ഇങ്ങനെ അയാളുടെ കയ്യിൽ കമ്പിന്റെ പോസിറ്റീവ്, നമ്മുടെ നമ്മുടെ കയ്യിലുണ്ടായ അത് അവർക്ക് പറ്റുള്ളൂ. നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് നമ്മൾ വീട് മാറിയപ്പോൾ നമുക്ക് ഇവിടെ കിണറില്ല. കിണർ കുത്തിയത് പരാജയപ്പെട്ടപ്പോൾ നമ്മൾ കുഴക്കിണർ കുത്താൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഈ വെള്ളം പരിശോധിക്കുന്ന ഇതേപോലത്തെ കാന്തം പിടിച്ചിട്ടുള്ള ഒരാളാണ് വന്നത്. വന്നിട്ട് ആള് നമ്മുടെ ഈ എല്ലാവരും ഭൂമിയിൽ ഇങ്ങനെ കിടന്ന് നടന്നിട്ട് നമുക്ക് ബോർവെല്ലിന്റെ സ്ഥാനം കണ്ടെത്തിയത് നമ്മുടെ അവിടുത്തെ പ്ലാവില്ലേ. ആളെന്തൊരു ചെയ്തെന്നറിയോ, വലിയേട്ടന്റെ എവിടെ നിന്ന് അങ്ങോട്ട് മാവിന്റെ 2 കൊമ്പ് വെട്ടി. ആ 2 കൊമ്പ് കൈ പിടിച്ചിട്ടല്ലാണ്ട് ആളുടെ ഇങ്ങനത്തെ സാധനം കൊമ്പ് മരത്തിന്റെ ആള് വരുന്ന വഴിക്ക് തന്നെ അവിടെ നിന്ന് 2 ചില്ല പൊട്ടിച്ചിട്ട് അതാ. അപ്പൊ ആൾക്ക് ഇത് ഇവിടെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നോറേ ഇതിങ്ങനെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെന്ന് കാണിക്കും. ഇതിങ്ങനെ ആൾക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ആള് പറഞ്ഞു ഇവിടെ ഭയങ്കരമായിട്ട് ഇവിടെ വെള്ളം ഉണ്ട്, എനിക്ക് കണ്ടത് പിടിച്ചിട്ട് കിട്ടില്ലാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീടുകളിലും കുഴൽക്കിണർ ഊത്തിയിട്ടുണ്ട്. 60 അടി താത്തിയപ്പോഴേക്കും ഭയങ്കര വെള്ളമായി. 120 പിന്നെ 120 എത്തിയപ്പോഴേക്കും പിന്നെ പറ്റാണ്ടായി വെള്ളം. പിന്നെ മാത്രല്ല വർഷക്കാലത്ത് കണ്ടിട്ടില്ലേ 2-3 മഴ പെയ്താൽ മതി അപ്പോഴേക്കും നിറഞ്ഞു പോയി തുടങ്ങും. അതേ സമയം പിന്നെ ആള് ഓരോ സ്ഥലത്തും പിന്നെ സജീവിന്റെ അവിടെയും എല്ലാവരും സ്ഥലത്ത് നമ്മള് സ്ഥാനം നോക്കിയിട്ട് കുത്താൻ നോക്കിയപ്പോ പിന്നെ ബാക്കി എല്ലാവരും ചെറിയേട്ടനും അല്ലഞ്ചേട്ടന്റെ അവിടെ ആയിട്ട് അന്ന് കോമൺ ആയിട്ട് ഒരെണ്ണം കുത്തി. പണ്ട് മുന്നേ തന്നെ കുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അധികം നാളായിണ്ടായിരുന്നില്ല. നനയ്ക്കാനൊക്കെ ആയിട്ട് ഒരു കുഴൽക്കിണർ കുത്തി ആദ്യമായിട്ട്. അതാണ്. അപ്പൊ പിന്നെ അതിൽ നിന്ന് എല്ലാവർക്കും വെള്ളം എടുക്കാന്ന് പറഞ്ഞ പിന്നെ നനയ്ക്കേണ്ട എല്ലാവരും കൃഷി തുടങ്ങിയപ്പോഴേ എല്ലാവർക്കും നനയ്ക്കാനായിട്ട് അതിൽ നിന്ന് ഒരാൾ നനയ്ക്കണ സമയത്ത് മറ്റേ ആൾക്ക് പറ്റില്ല, അവരെ കഴിഞ്ഞിട്ട് വേണം. പിന്നെ പണിസ്ഥലത്തേക്കുള്ള ടാങ്കിലേക്കും വെള്ളം അതിൽ തന്നെ എല്ലാതും അതിൽ നിന്നായി. ഇപ്പൊ 6 വീട്ടുകാർക്കും നനയ്ക്കാൻ അത് മാത്രം. അപ്പോഴാണ് നമ്മൾ പിന്നെ എപ്പോഴും ഇത് നമ്മുടെ ടാങ്കിലത്തെ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ആരെങ്കിലും നനയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോഴാണ് ഞങ്ങൾ കുത്തിയപ്പോൾ പിന്നെ സജീവൻ കുത്തി, ചെറിയേട്ടനും കുത്തി, ഷാൻചാട്ടനും കുത്തി, എല്ലാവരും കുത്തി. അങ്ങനെ വലിയേട്ടനും കുത്തി. കുഴൽക്കിണറുണ്ട്. മറ്റേ കിണർ മാത്രമല്ല അടിയിൽ പാറേനെ ഭയങ്കര പാറ. ഇവിടെ അയാൾ പറഞ്ഞിങ്ങനെ പാറ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും, വിരിപ്പ് പാറ. പിന്നെ നമുക്ക് സാധാരണ കിണർ എന്താ ഇല്ലാത്തതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. സാധാരണ ഒരു കിണർ ഊത്തിക്കൂടെയെന്ന്. അതിന്റെ സ്ഥാനം കണ്ടത് ഇവിടെയാ. ഇതിവിടെ ഈ കിണറിനോട് നമ്മുടെ അടുക്കളോട് ചേർന്നിട്ട് തന്നെ, തൊട്ട് ചേർന്നിട്ടല്ല ഇവിടെ കൂടാരത്തിന്റെ അടുത്ത് ഈ കെടുക്കണോക്കെ ഒരുത്തൻ ഇവിടെയാണ് സ്ഥാനം കണ്ടിട്ട് ആള് കുറ്റിയടിച്ചു പോയേ. പക്ഷെ ഇവിടെ പാറയായിരിക്കും ഉറപ്പാണ്. കാരണം ഇവിടെ നേരാണ് വലിയേട്ടന്റെ കിണർ, അപ്പുറത്ത് അല്ലഞ്ചേട്ടന്റെ കിണറൊക്കെ 4 കോല് താഴ്ത്തിയ പാറയാ. അപ്പോ പാറ കുറേ പൊട്ടിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ വീടുള്ള കാരണം വീടിന് ദോഷമാണുള്ളത് ഈ പാറ പൊട്ടിക്കണത്. പാറ നന്നായി പൊട്ടിച്ചാൽ തന്നെയും ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വറ്റി തുടങ്ങും വെള്ളം. അപ്പൊ എന്തായാലും പിന്നെ കുഴൽക്കിണർ തന്നെ മതിയെന്ന് വെച്ചു. ഫിൽട്ടർ വയ്ക്കണം. ഇപ്പൊ നമ്മള് കിണർ കൂത്തിട്ട് നമ്മള് പാറ പൊട്ടിക്കണമെങ്കിൽ ചിലപ്പോ 3-4 ലക്ഷം ചെലവഴിക്കേണ്ടി വരും. ആ സമയം അവർക്കൊക്കെ ഭയങ്കര പൈസ. കിണർ കുത്തിയിട്ട് ഫിൽട്ടർ വയ്ക്കുകയാണെങ്കിൽ ഒരു 25,000 വരെ ചെലവുള്ള മനസ്സിലായി. അങ്ങനെ ഗുണം ഉണ്ടായി. ഇരുട്ടായില്ലേ? അല്ല അതിന് തുറന്നു പോലോ. എല്ലാവർക്കും മിസ്റ്റേക്ക്. ഇനി എന്തിട്ട് ചേട്ടൻ ഉണങ്ങിയേക്കണ ഇന്നും മൊത്തം ഒരു ദൂരന്ത ഇടിയേ ഇല്ലീശ്വര. ദൂരന്തോന്നുമില്ല നമുക്ക്. അല്ല ഉണങ്ങി ഇതല്ലേ പറയണേ? ഇല്ലേ അതേ എന്നിട്ടാ വിദൂരതയിലേക്ക് നോക്കി നിൽക്കും ചേട്ടൻ ഇവിടെ വന്നിട്ട്. ഇങ്ങനെ നല്ല രസമാണ്. ഞാൻ ഇപ്പൊ ചെറിയേട്ടൻ അവിടെ പറഞ്ഞില്ല, അവർക്ക് ഇങ്ങനെ ഇവിടെ മതിൽ കെട്ടിയതിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ബാബുപാലുകൾ 10,000 അവിടെ കിടന്ന് റാന്തൽ ചുറ്റണത്, റോന്ത് ചുറ്റണത് 10,000 അപ്പോൾ സരിത എന്ന് എന്നാൾ പറഞ്ഞല്ലോ ഈ അവിടെ മതിലിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ആംഗിലേക്ക് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്.
അതുപോലെ നമുക്കും ഇവിടെ ഇവിടെ എന്തൊട്ട് ഈ ചെളി വെള്ളത്തിലിരിക്കാൻ നോക്കിയിരിക്കുന്നു. ഇവിടെ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല പുൽമൈതാനം പോലെയും പിന്നെ പശുക്കൾ മേയണതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയാ. ഇവിടെ അതല്ല, ചെറിയ വലിയച്ഛന്റെ വീടിന്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ സരിതാ നമ്മുടെ ആകാശത്ത് ചന്ദ്രൻ നോക്കിയേ. ഈ ചന്ദ്രനെ നമ്മുടെ ഈ ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടാ. പണ്ട് ഇവിടുന്ന് ടൂർ പോയില്ല, തേക്കടിക്ക് അങ്ങോട്ട് എവിടേക്കാണ്ട് ടൂർ പോയി പണ്ട് കാലത്തിട്ടാ. 1982 ചെറിയേട്ടൻ അവരെ കൂട്ടുകാരന്മാരെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ടൂർ പോയി. എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. തേക്കടിയും ഉണ്ട് ഇവർക്ക്, മൂന്നാറ് തേക്കടി അങ്ങനെ കുറേ സ്ഥലമാണ്. അവിടെ നിന്നിട്ട് ഒരു ഇത് ബൈനോക്കുലർ വാങ്ങിച്ചു. ബൈനോക്കുലർ എന്ന് പറഞ്ഞാൽ തുച്ഛമായ പൈസ തന്നെ, 3 രൂപ 4 രൂപയുള്ള ബൈനോക്കുലറാണ്. അപ്പോൾ ഇവർ തേക്കടിയിൽ വർഗീസ് ഇവരൊക്കെ കൂടിയിട്ട്, വർഗീസും ജോസും ഒക്കെ കൂടിയിട്ടാണ്ട് ഈ മറ്റേ അക്കല്ല, അതായത് തേക്കടി തടാകത്തിൻ്റെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ബൈനോക്കുലർ ഇട്ടിട്ട് ഇങ്ങോട്ട് നോക്കണം കേട്ടോ ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്ര സായിപ്പ് അയാൾ ഇത് നോക്കിയിട്ട് അയാളെ കയ്യിൽ ഭയങ്കര ബൈനോക്കുലർ ഉണ്ട്. അപ്പോൾ അയാൾ അവരോട് പറഞ്ഞു ഇത് നോക്കാൻ തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കി, അയാൾ നോക്കിയിട്ട് ഇങ്ങനെ ഓ സൂപ്പർ അങ്ങനെ എന്തോ ഡയലോഗ് പറഞ്ഞു. ഇവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ വർഗീസ് പറയണേ, വർഗീസ് തന്നെ അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഈ ബൈനോക്കുലറിന്റെ പ്രത്യേകത എന്തിട്ടാന്ന് അറിയാം സായിപ്പേ, ഇതില് മലയാളത്തിലെടുത്ത ഇവർക്ക് ഈ ബൈനോക്കുലറോടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് സാധനം കാണിച്ചാൽ അത് അവിടെ ഉണ്ടാവുന്നു. ആ സായിപ്പിന്റെ ആളെ കയ്യിലുള്ളത് നോക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിൽക്കും, ഇതിന് നോക്കി കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് വാങ്ങിച്ച സമയത്തിട്ടാ മൂന്നാറ് വെച്ചിട്ടാണ് ബൈനോക്കുലർ വാങ്ങിച്ചത്. ഈ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇവര് വൈകുന്നേരം ചന്ദനെ നോക്കണേ. അപ്പൊ നമ്മള് ചന്ദനിൽ എന്തൊരു സങ്കല്പം, ഒരു മൊയില് ഇരിക്കുന്നതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും, വർഗീസ് ഭയങ്കര കോമഡിക്കാരനാണ്, ഇതിങ്ങോട്ട് നോക്കണേട്ടാ, ചന്ദനെ ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞു ഇപ്പോഴൊന്നും മനസ്സിലായല്ലേ അത് മൊയിലല്ലാന്ന്. ഇവര് ഈ ബൈനോക്കുലർ കിട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ അതിലിരിക്കുന്ന മൊയിലല്ല, പാറക്കെട്ട് പോലെയാണ് മനസ്സിലായത്. അത് മനസ്സിലായത് ഈ 4 പേരെ ബൈനോക്കുലറിൽ കൂടെ നോക്കിയപ്പോലെ. അതിന് വർഗീസിന്റെ ഇത് എന്ന് പറഞ്ഞ വർഗീസിന് പെട്ടി ഓർഡർ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ തൃശ്ശൂര് നടന്ന് വർത്താനം പറയാൻ നിൽക്കുന്ന ആളെ പറഞ്ഞ വേഗം നിർത്താ. വർഗീസിന് തൃശ്ശൂര് പുത്തമ്പള്ളിയുടെ അവിടെ പെട്ടി ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ വർഗീസിന് തൊട്ടടുത്ത് തന്നെ ഈ പുത്തമ്പള്ളിയുടെ ഇങ്ങനെ പള്ളിയുടെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഓട്ടോറിലിടും, അങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഓട്ടോറിലിടും. അപ്പോൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്താളെ അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരുത്തനെ വിളിച്ചിട്ട് എന്തിട്ട് ലോഡ് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു ആൾക്ക്. അപ്പം ലോഡ് കൊണ്ടുപോയി ലോഡായിട്ട് പോയി അവൻ. ലോഡായിട്ട് പോയിട്ട് നമ്മുടെ ശക്തനിലത്തെ ശക്തനിൽ നിന്ന് പിന്നെ ഈ റൗണ്ടിൻ്റെ അവിടേക്ക് വടക്കാൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഇങ്ങനെ കയറ്റം പോലെയല്ലേ. അപ്പം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് വടക്കാൻ്റെ വശത്തിന് പോകണം, റൗണ്ടിൻ്റെ വശത്തിന് പോകേണ്ടത്. ഇതാണ്ട് കയറ്റം വലിക്കുമ്പോഴേ പുകരായിരികളേ, ടിയർ ഗ്യാസ് മറ്റേ ബോംബിട്ടാണ്, ബോംബിട്ട് അവരെ എത്രയ്ക്ക് പുകയുണ്ടാവില്ലെന്ന്. അവിടെ തന്നെ മറ്റേ പോലീസ് ചെക്കിങ് ഉണ്ട് തൊട്ടടുത്ത്. അവിടെ വെച്ച് വണ്ടി പിടിച്ചു. വണ്ടി പിടിച്ചപ്പോൾ SI വന്നിട്ട് ചോദിച്ചു എത്ര പോകാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു പുകയൊന്നും ഇല്ലേ സാറേ അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ SI പറയാ നീ എന്തൊട്ട് ടാറ് വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഓടിപ്പിച്ചോ, പക്ഷെ പുക കണ്ട ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുകയില്ലെന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞു. ഇവനിങ്ങനെ പതുക്കെ കൊടുക്കേ നിർത്തിയിട്ടുണ്ട് ലോ. അപ്പോൾ ഇയാളെ SI വന്നിട്ട് പറയേ ഇങ്ങനെയല്ല കൊടുക്കാന്ന് പറഞ്ഞിട്ടേ നോക്കിയാ എക്സ്ട്രാ പിടിച്ച് ഇതിങ്ങനെ പിടിച്ചു. ഇല്ല ന്യൂട്രലായിട്ടല്ലേ മുട്ടിച്ച പിടിച്ചവയ്ക്ക് വർഗീസ് പറയാ നമ്മുടെ ശക്ത മാർക്കറ്റ് മുഴുവൻ പുകയില് മുങ്ങിന്ന്. മറ്റേ പറക്കും തളികേലത്തെ പോലെ ഉണ്ടാവില്ല. അതന്നെ കരിപ്പുകയില് മുങ്ങിന്ന് അത്രയ്ക്ക് പോകാന്ന് SI കാണാല്. എന്നിട്ട് ആ പുക പോകുമ്പോഴേക്ക് ആൾക്ക് വണ്ടി എടുത്ത് പോയിരുന്നില്ലേ. എന്നിട്ട് പേടിപ്പിച്ചു എന്ന് പറഞ്ഞ ടെസ്റ്റിന് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ അന്ന് പറഞ്ഞ പുക ടെസ്റ്റിങ് എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് കണ്ണീന്ന് വെള്ളം. വർഗീസാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞു അത് ചിരിച്ചിട്ട് ഇവരെ ഓട്ടോറിക്ഷക്കാരെ അവിടെ കണ്ടമാന തമാശ ഈ പക്ഷെ ആള് കണ്ട ജാതി ഗൗരവം പോലെയാ. പക്ഷെ ആ ഗൗരവത്തിൽ ചിരിക്കാണ്ട് എന്നിട്ട് ആള് തമാശ പറയാ അല്ലേ.
അങ്ങനത്തെ തമാശകള് ഇപ്പൊ നേരം ഇരുത്തി ഞാനും തീരെ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാട്ടാ. ഞാൻ തീരെ വർത്താനം പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് ചിരിച്ചിട്ട് വർത്താനം പറഞ്ഞില്ല, ചിരിച്ചിട്ട് കണ്ണീന്ന് വെള്ളം വന്നു. ഇനി ചിലപ്പോ 2 ദിവസം വീഡിയോ ഉണ്ടാവില്ല കേട്ടാ. ചേട്ടൻ്റെ മാറണവരെ ഇപ്പം മുന്നേ പറയാണ്. എടുക്കാൻ പറ്റാണെങ്കിൽ എടുക്കാം അല്ലേ, ഇടാം. പൈസ വയ്ക്കുന്നുണ്ട് തന്നിട്ട്. അപ്പൊ ശരി കേട്ടോ, അപ്പൊ നിർത്താം, ഇരുട്ടായി. നന്ദി, നമസ്കാരം.